ശബരിമല സ്വർണ്ണക്കൊള്ള SIT സംഘം ബെല്ലാരിയിൽ ഗോവർദ്ധന്റെ റൊഡം ജ്വല്ലറിയിൽ പരിശോധന നടത്തി. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് എതിരായ ആക്രമണങ്ങളെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയും കർദിനാൾ ക്ലിമ്മീസ് കാതോലിക്ക ബാവയും അപലപിച്ചു. ആക്രമണങ്ങൾക്ക് പിന്നിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകാരാണെന്ന് ചൂണ്ടിക്കാട്ടി അമിത്ഷായെ ആശങ്ക അറിയിച്ചു. ചലച്ചിത്ര സംവിധായകയെ ലൈംഗികമായി ആക്രമിച്ചുവെന്ന കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് അറസ്റ്റിൽ. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. സീനിയർ CPO ഉമേഷ് വള്ളിക്കുന്നിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. സേനയിലെ അച്ചടക്കം തുടർച്ചയായി ലംഘിച്ചതിനാണ് പിരിച്ചുവിടൽ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF മേയർ സ്ഥാനാർത്ഥിയായി ശബരിനാഥ് മത്സരിക്കും. UDFന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി മേരി പുഷ്പമാണ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി രോഗബാധ സ്ഥിരീകരിച്ചത് 12 സ്ഥലങ്ങളിൽ. ദിലീപിനെ വെറുതെ വിട്ട അതേ ആനുകൂല്യം തനിക്കും ലഭിക്കണമെന്നും ശിക്ഷ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട പ്രതി മാർട്ടിൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. തൃശൂർ ഫ്ളാറ്റ് കൊലക്കേസ് പ്രതി കൊടകര റഷീദ് വീണ്ടും കസ്റ്റഡിയിൽ. അതിരപ്പള്ളിയിലെ റിസോർട്ടിൽ യുവതിയെ ബലാത്സംഗം ചെയ്തതായി പരാതി. വർക്കല അകത്തുമുറി റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് ട്രെയിൻ ഓട്ടോറിക്ഷയിലിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് ഇന്ത്യൻ റെയിൽവേ അന്വേഷണം തുടങ്ങി. പ്ലാറ്റ്ഫോമിലേക്ക് ഓട്ടോറിക്ഷ കയറ്റിയ ഡ്രൈവർ കല്ലമ്പലം സ്വദേശി സ്തുതി കസ്റ്റഡിയിൽ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശമോദി നാളെ ക്രിസ്തുമസ്. അടൂർ ന്യൂസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ ക്രിസ്തുമസ് ആശംസകൾ. Sridhar Jewellers Gold and Diamonds presenting an extraordinary collections of gold and diamonds. 75 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം. Sridhar Jewellers since 1950 east of Central Junction, KP Road, Adur.